1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. പൊള്ളുന്ന ചൂടിലും സമ്മതിദാനം ഉറപ്പാക്കി വോട്ടർമാർ. എടവണ്ണ പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിലായി സ്ത്രീകളും യുവാക്കളുമടക്കം ആയിരങ്ങളാണ് മണിക്കൂറുകൾ കാത്തുനിന്ന് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ബുധനാഴ്ചയോടെ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യങ്ങൾ കൊടിയിറങ്ങിയെങ്കിലും ഇന്നലെ രാവിലെ മുതൽ എടവണ്ണ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മലയോര മേഖലകളിലും പ്രവർത്തകർ വീടുകൾ കയറി നിശബ്ദ പ്രചാരണത്തിലായിരുന്നു. വൈകുന്നേരത്തോടെ പാർട്ടി ബൂത്തുകളിലും മറ്റു ഓഫീസുകളിലും പ്രവർത്തകരെ കൊണ്ട് സജീവം. ഇന്ന് വെളുപ്പിന് 6 മണി മുതൽ വിവിധ ബൂത്തുകളിൽ വോട്ടർമാർ ഒഴുകി തുടങ്ങിയിരുന്നു. വെള്ളിയാഴ്ച ജുമായും കനത്ത ചൂടും കാരണം നേരത്തെ തന്നെ വോട്ടുറപ്പാക്കാൻ കുടുംബത്തോടൊപ്പമായിരുന്നു പലരും ബൂത്തുകളിലെത്തിയത്. എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂരിലെ CVNMA MLP സ്കൂളിൽ ബൂത്ത് നമ്പർ 89 യന്ത്രം തകരാറിലായതോടെ മണിക്കൂറുകളാണ് വോട്ടർമാർ വലഞ്ഞത്. എന്നാൽ യന്ത്രം തകരാറായെങ്കിലും വെയിലിന്റെ ചൂടിനെ പോലും വകവയ്ക്കാതെ വോട്ടർമാർ നിലയുറപ്പിച്ചു തന്നെ നിന്നു. ഇത്തവണ വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലുമാണ് വിവിധ പാർട്ടികളുടെ പ്രവർത്തകരും. ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പായതിനാൽ അതീവ ജാഗ്രതയോടെയാണ് ഓരോ വോട്ടർമാരുടെയും സമ്മതിദാനം ഉറപ്പുവരുത്തിയതെന്നും പ്രവർത്തകർ പറഞ്ഞു. 18ാമത് ലോക്സഭയിലേക്ക് നടക്കുന്ന ഈ വിധി നിർണായകമായ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ വോട്ടർമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രാതിനിധ്യം, വോട്ടർമാരുടെ ഒരു പ്രാതിനിധ്യം നന്നായി കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ മുതലേ ആരംഭിച്ച ക്യൂ ആണ്. ആ ക്യൂ ഇതുവരെ അതിൻ്റെ ആ ഒരു കൃത്യതയും ഇതെല്ലാം പാലിച്ചുകൊണ്ട് നടന്നു പോന്നിട്ടുണ്ട്. അപ്പോൾ പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ നല്ല രീതിയിലുള്ള പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാലത്തൊരു അല്പസമയം നമ്മുടെ ഈ വോട്ടർ മെഷീനിൽ ഒരു വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. അത് മെഷീനിൽ വന്ന ചെറിയ തകരാറ് കാരണം 2 മണിക്കൂറോളം നമുക്ക് വൈകിയാണ് പോളിംഗ് ആരംഭിക്കാൻ സാധിച്ചത്. പിന്നീട് അതിൻ്റെ ടെക്നീഷ്യന്മാർ വന്നു. അത് വിജയകരമായി പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം 2 മണിക്കൂർ നമുക്ക് നഷ്ടമായി. അതിൻ്റെ ഒരു ചെറിയ തിരക്ക് കൂടുതലുണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ വളരെ സന്തോഷകരമാണ്. നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് 2 ബൂത്തിലും മികച്ച ഭൂരിപക്ഷമാണ് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒട്ടും കുറയാത്ത ഒരു ഭൂരിപക്ഷം ഇത്തവണയും ആവർത്തിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യ നിലനിൽക്കണോ ഭരണഘടന നിലനിൽക്കണോ എന്നുള്ളൊരു അത് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. വയനാട് മണ്ഡലത്തിലെ പടിഞ്ഞാറെ ചാത്തല്ലൂർ 88-89 ബൂത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയ 2 ബൂത്തുകളാണിത്. ഇക്കുറിയും അതിനെ മറികടക്കാൻ കഴിയുമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഇടതുപക്ഷത്തിന് വോട്ട് കൂടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഏതായിരുന്നാലും RSSനെ BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് മുഖ്യ ലക്ഷ്യം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ് ഈ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി ജനങ്ങളിലേക്ക് എത്തി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഈ നടക്കുന്ന ഇലക്ഷൻ. ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നരേന്ദ്രമോദിയുടെ വികസനം യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇന്ന് പോളിംഗ് ബൂത്തിൽ നിന്ന് ഇറങ്ങുന്ന ആളുകൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് വിധി എഴുതുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ മേഖലയിലൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് വികസനം നടപ്പായിട്ടുണ്ട്. വലിയൊരു മുന്നേറ്റം ഈ വയനാട് മണ്ഡലത്തിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ. ഏതൊരാളോട് സംസാരിക്കുമ്പോഴും നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാവും തീർച്ചയായിട്ടും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.